സംവാദാത്മകമായി വിവിധ വിഷയങ്ങളും വാർത്തകളും കൈകാര്യം ചെയ്യുന്ന ഈവനിംഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് വി.ഡി. സതീശൻ ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട കോൺഗ്രസ്സിലെ ഒന്നാമനാര് എന്ന പോരുമായി ബന്ധപ്പെടുന്നതാണ്. വി.ഡി. സതീശനെ ഒഴിവാക്കി ചെന്നിത്തലയ്ക്ക് NSSും SNDPയും പച്ചക്കൊടി കാട്ടിയ വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ആ വിഷയം നാം എടുക്കുന്നത്. കേരളത്തിലെ പാർട്ടിയിൽ ഒന്നാമനാരെന്ന തർക്കത്തിന് വഴിവെച്ച് മന്നം ജയന്തി ആഘോഷത്തിലേക്ക് ചെന്നിത്തലയെ ക്ഷണിച്ച വിവാദം ചർച്ചയാവുകയാണ്. ചെന്നിത്തലയെ പിന്തുണച്ച് വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയതും സതീശന് തിരിച്ചടിയായി. സംഭവത്തിൽ ഏറ്റുമുട്ടലിന് തയ്യാറാകാതെ വിവാദങ്ങൾ അവസാനിപ്പിക്കാനാണ് വി.ഡി. സതീശൻ്റെ പുതിയ തന്ത്രം. രമേശ് ചെന്നിത്തലയെ NSS പരിപാടിയിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമെന്നായിരുന്നു വി.ഡി. സതീശൻ്റെ പ്രതികരണം. മാത്രമല്ല, തന്നെയും ഇത്തരത്തിൽ സമുദായ പരിപാടികളിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്നും സതീശൻ ആശ്വാസം പറയുന്നുണ്ട്. ആ റിപ്പോർട്ട് കാണാം ആദ്യം. പാർട്ടി പുനഃസംഘടനയിൽ സതീശനെതിരെ വലിയ എതിർപ്പ് ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് NSS മന്നം ജയന്തി ആഘോഷത്തിൽ മുഖ്യപ്രഭാഷകന്റെ റോളിലേക്ക് ചെന്നിത്തല വരുന്നത്. കേരളത്തിലെ പാർട്ടിയിൽ ഒന്നാമനാരെന്ന തർക്കത്തിന് ഇത് വഴിവെച്ചു. കൂടാതെ വെള്ളാപ്പള്ളി നടേശനും ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി എത്തി. രമേശന് മാന്യനാണ്, നല്ലവനാണ്, വിശാല മനസ്ഥിതിയുള്ളവരാണ്, മനുഷ്യരോട് കുറേ കൂടെ എല്ലാം സൗഹൃദമായി പെരുമാറുന്ന ഒരാളാണ്. പ്രതിപക്ഷ നേതാവിനെ കൂട്ട് ഇടാപാടാ പറഞ്ഞ് ആളുകളെ വിലയ്ക്ക് മേടിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്ന ആളല്ല. സാമുദായിക നേതാക്കളുടെ പിന്തുണ ചെന്നിത്തലയിലേക്ക് എത്തുന്നതിൽ സതീശന് അസ്വസ്ഥതയുണ്ട്. അതിനാൽ വിവാദത്തെ മയപ്പെടുത്താനാണ് സതീശന്റെ നീക്കം. തൽക്കാലം ഏറ്റുമുട്ടലിന് ഇല്ലാതെ ആരെയും പ്രകോപിപ്പിക്കാതെയുള്ള സതീശന്റെ മറുപടി തന്നെ ഇതിന് തെളിവാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ? കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു, ഇതിനു മുമ്പ് K മുരളീധരനെ വിളിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിന്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ അകത്ത് സന്തോഷം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇതിൻ്റെ കൂടുതൽ വിശകലനങ്ങളുമായി നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. നൃപൻ, അതായത് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾ സാക്ഷാത്കരിക്കുന്നത് പോലെ ഒരു പ്രതികരണമാണ് ഇന്ന് വി.ഡി. സതീശൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഈ വാക്ക് കൊടുത്ത് അടിവാങ്ങുന്ന പരിപാടിയാണ് സതീശൻ്റെ കയ്യിലെന്നൊക്കെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളി നടേശൻ, നൃപൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പോലെ. പക്ഷേ അതിനൊക്കെ മറുപടി പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ച്, എന്നാൽ ശരീരഭാഷയിലുടനീളം അസ്വസ്ഥനായാണ് വി.ഡി. സതീശനെ ഇന്ന് കണ്ടത്. നൃപൻ. ജിംഷാദ്, കേരളത്തിലെ കോൺഗ്രസിന്റെ പുനഃസംഘടനയിൽ ഒരു വിഭാഗം നേതാക്കൾ, അതായത് മുതിർന്ന നേതാക്കളായിട്ടുള്ള A.K. ആന്റണി, മുൻ KPCC അധ്യക്ഷൻ, ഒപ്പം തന്നെ K മുരളീധരൻ, ഒപ്പമാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ള ഒരു ചേരി ശക്തമായി വി.ഡി. സതീശനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കേരളത്തിലെ കോൺഗ്രസ് ഉണ്ട്. ഇക്കാര്യത്തിൽ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിലാണ് സാമുദായിക നേതാക്കളുടെ പിന്തുണയിലേക്ക് രമേശ് ചെന്നിത്തല ഉയരുന്നു എന്ന ഒരു ഘട്ടം കൂടി വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവുമായി ഏറെക്കുറെ അകന്നു കഴിഞ്ഞിരുന്ന, പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന NSS എന്ന സംഘടന ഔദ്യോഗികമായി ഈ ഒരു ഘട്ടത്തിൽ തന്നെ മന്നം ജയന്തി ആഘോഷത്തിൽ രമേശ് ചെന്നിത്തലയെ ക്ഷണിക്കുന്നു എന്നതാണ്. രമേശ് ചെന്നിത്തല ഈ ഘട്ടത്തിൽ ക്ഷണിക്കുന്നതിന് മറ്റൊരു രാഷ്ട്രീയമുണ്ട് കൂടെയുണ്ട്. കാരണം കേരളത്തിലെ കോൺഗ്രസിൽ ഒന്നാമൻ ആരാണ് എന്ന തർക്കം കേരളത്തിലെ കോൺഗ്രസിനകത്ത് ആഭ്യന്തരമായിട്ടുള്ള സംഘടനാ പുനഃസംഘടനയിൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് NSS ഈ നീക്കം നടത്തുന്നത്. പരമാവധി രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ പരമാവധി അതിന് പ്രചരണം കൊടുത്തിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ അത് വലിയ തരത്തിൽ വാർത്തയായി കൊണ്ടുവരികയും ചെയ്തു. ഇക്കാര്യത്തിൽ പൂർണ്ണമായി വി.ഡി. സതീശൻ അസ്വസ്ഥനാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതേ ഘട്ടത്തിൽ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട പ്രബല സമുദായമായ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ വി.ഡി. സതീശനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ അടുത്ത് കോൺഗ്രസിൽ യോഗ്യനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അദ്ദേഹം മാന്യനാണ്. ഒപ്പം തന്നെ വല്ലതും മറ്റ് നേതാക്കളെയും എതിരാളികളെ കുറിച്ച് മോശമായ പരാമർശം നടത്തുന്നത് നിലവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ പോലെ അല്ല
എന്ന തരത്തിൽ വളരെ കടത്തി വലിയ തരത്തിലുള്ള വിമർശനം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ രണ്ട് സമുദായങ്ങളുടെയും നേതാക്കളിൽ സ്വീകാര്യനായ നേതാവ് രമേശ് ചെന്നിത്തല ആണ് എന്ന കാര്യത്തിൽ തെളിഞ്ഞു വരുന്നു. ഒപ്പം തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഏകാധിപത്യ സമീപനങ്ങളോട് വി.ഡി. സതീശൻ സംഘടന പിടിച്ചടക്കാനുള്ള ശ്രമം നടത്തിയത്. ആ ഘട്ടത്തിൽ കെ സുധാകരനെ മാറ്റുമെന്ന പ്രതീതി ഉണ്ടായിരുന്നു. കെ സുധാകരന് വേണ്ടി നേതാക്കളെല്ലാം ഒരുമിക്കുന്നു. അതായത് മുതിർന്ന നേതാക്കൾ രമേശ് ചെന്നിത്തല മുതൽ ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള നേതാവ് ചാണ്ടി ഉമ്മൻ വരെ വി.ഡി. സതീശനെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു. ഈ ഘട്ടത്തിൽ സംഘടനയ്ക്കുള്ളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് സാമുദായിക നേതാക്കളിൽ വലിയ സ്വീകാര്യതയുള്ള നേതാവായി രമേശ് ചെന്നിത്തല മാറുന്നത്. ഇതിൽ പൂർണ്ണമായി വി.ഡി. സതീശൻ അസ്വസ്ഥനാണ്. അതെങ്കിലും പക്ഷെ വി.ഡി. സതീശൻ ഇന്നത്തെ വാർത്താ സമയത്ത് അജിം ഷാ ശ്രദ്ധിച്ചതാണ്, അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സാധാരണ പതിവ് രീതിയിൽ പ്രകോപിതനാകുന്നില്ല. രണ്ട് തരത്തിൽ, ഒന്ന് രമേശ് ചെന്നിത്തല പൂർണ്ണമായി അദ്ദേഹം തഴുകിയാണ് മറുപടി പറഞ്ഞത്. മറ്റൊരു കാര്യം, സാമുദായിക നേതാക്കളെ രണ്ടുപേരെയും അത് ഒരു ഘട്ടത്തിൽ വിമർശിക്കാനും തയ്യാറാകുന്നില്ല. രൂക്ഷമായ വിമർശനം നടത്തിയ വെള്ളാപ്പള്ളിയെ കുറിച്ച് പോലും അദ്ദേഹം പ്രകോപനപരമായി ഒന്നും നടത്തുന്നില്ല. ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവാദം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വി.ഡി. സതീശൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വിവാദം മുന്നോട്ട് കൊണ്ടുപോയാൽ അതിന്റെ നേട്ടം ഉറപ്പായും രമേശ് ചെന്നിത്തലയ്ക്കും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന നേതാക്കൾക്കായിരിക്കും. അതിന്റെ തിരിച്ചടി വി.ഡി. സതീശനായിരിക്കും. അങ്ങനെ ഒരു പ്രകോപനമില്ലാതെ ഈ വിഷയം അവസാനിപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ന് വി.ഡി. സതീശന്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ. അദ്ദേഹം ഒഴിഞ്ഞു മാറാതെ ഇതിൽ പ്രതികരണം നടത്തിയത് ബോധപൂർവം തന്നെയാണ്. ആ ബോധപൂർവം നടത്തിയ പ്രതികരണത്തിൽ രമേശ് ചെന്നിത്തലയെ പോലൊരു നേതാവിനെ വിളിച്ചത് അത് കോൺഗ്രസിനുള്ള അംഗീകാരമാണ് എന്ന് രമേശ് ചെന്നിത്തല തഴുകുന്നതിനൊപ്പം ഈ എതിർത്ത സമുദായ നേതാക്കളെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പാലിച്ചിട്ടുണ്ട്. അജിം ഷാദ് സതീശനെ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അറിയാം. വി.ഡി. സതീശൻ ഒരു ഡീൽ വെക്കുന്നത് RSSുമായി, ജമാഅത്തെ ഇസ്ലാമിയുമായി, അല്ലെങ്കിൽ അത്തരത്തിൽ SDP പോലെയുള്ള തീവ്ര മതരാഷ്ട്ര കക്ഷികളുമായി, ഇങ്ങനെയൊക്കെ ആണ് വി.ഡി. സതീശൻ നീങ്ങുന്നത്. എന്നാൽ രമേശ് ചെന്നിത്തലയ്ക്കുള്ള പിന്തുണ എന്നത് NSS, SNDP, മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം, പ്രത്യേകിച്ച് ഈ മുനമ്പവും ഒക്കെ ബന്ധപ്പെട്ട്, അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വഖഫുമായൊക്കെ ബന്ധപ്പെട്ട്, അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ അർത്ഥത്തിൽ ബൈഫർക്കേറ്റ് ചെയ്യുകയാണ്, കൃത്യമായി വേർതിരിയുകയാണ് സതീശനുള്ള പിന്തുണയുടെ സ്വഭാവം, ചെന്നിത്തലയോടുള്ള പിന്തുണയുടെ സ്വഭാവം. അതിൻ്റെ അപകടം സതീശൻ മണക്കുന്നു. മാത്രമല്ല തന്നെയും ഇങ്ങനെ സാമുദായിക നേതാക്കളൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് സാമുദായിക പരിപാടികൾക്ക് എന്ന ആശ്വാസം പറയുകയാണ് വി.ഡി. സതീശൻ ഇന്നും. നിർഭൻ. തീർച്ചയായും അജിം ഷാദ്, കാരണം രമേശ് ചെന്നിത്തല കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ദില്ലി രാഷ്ട്രീയത്തിൽ അത്രയേറെ പരിണിതപ്രജനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം UDFനെ ഒരു ഘട്ടത്തിൽ നയിച്ച കേരളത്തിലെ പ്രമുഖനായ നേതാവാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന സാമുദായിക പിന്തുണ ഒരിക്കലും വി.ഡി. സതീശന് ഒരിക്കലും അത് അനുകൂലമാകുന്ന ഒരു കാര്യമല്ല. അത് ഒരിക്കലും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വി.ഡി. സതീശന് വലിയ തിരിച്ചടിയായത് മാറുകയും ചെയ്യുന്ന ഭയം വി.ഡി. സതീശന് അതുണ്ട്. അത് വേറൊരു രാഷ്ട്രീയത്തിലേക്ക്, ഇപ്പൊ അജിം ഷാദ് പറഞ്ഞതുപോലെ വേറൊരു രാഷ്ട്രീയത്തിന്റെ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്ന ഭയം വി.ഡി. സതീശന് അലട്ടുന്നുണ്ട്. കാരണം പൊതുസ്വീകാര്യമായി ഒരു നേതാവായി രമേശ് ചെന്നിത്തല വളർന്നു വന്നാൽ സാമുദായിക നേതാക്കളുടെ അഭിപ്രായത്തിലേക്ക്, ആ ഒരു സമാഹരണത്തിലേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരികയും ചെയ്താൽ UDFനകത്ത് തന്നെ, പ്രത്യേകിച്ച് ലീഗിനെ പോലത്തെ ഘടകകക്ഷികളെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിക്ക് ശേഷം വളരെ നിലയിൽ പക്വതയോടുകൂടി മുന്നണിയെ നയിച്ച, പ്രതിപക്ഷം എന്ന നിലയിൽ നയിച്ച ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. അതുകൊണ്ട് രമേശ് ചെന്നിത്തലയെ ഒരു പൊതു സാമുദായിക പിന്തുണയോടുകൂടി അദ്ദേഹം സ്വീകാര്യനായി ഉയർന്നു വന്നാൽ അത്ര പെട്ടെന്ന് ലീഗ് തള്ളിക്കളയാനുള്ള സാധ്യതയുമില്ല. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഡെവലപ്മെന്റ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമോ എന്ന ഭയം ഈ ഘട്ടത്തിൽ ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതായത് നിർഭൻ തന്നെ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം ശശി തരൂർ കേരള രാഷ്ട്രീയത്തിലേക്ക് ഉദയം ചെയ്യുന്ന ഘട്ടത്തിൽ വി.ഡി. സതീശൻ വളരെ അസ്വസ്ഥനായി ഈ ബലൂൺ പോലെ കുത്തിപ്പൊട്ടിക്കും, അല്ലെങ്കിൽ ബലൂൺ പോലെ പെരുപ്പിച്ച് എത്തിയതാണ്, അതൊരു ചെറിയ സൂചി കൊണ്ട് കുത്തിപ്പൊട്ടും എന്നൊക്കെ ശശി തരൂരിനെതിരെ പോലും പരസ്യമായി പറഞ്ഞ ആളാണ്. അപ്പോൾ സ്വാഭാവികമായും നിർവൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ NSSനും SNDPക്കും, വെള്ളാപ്പള്ളിക്കും സുകുമാരൻ നായരിനും എതിരെ പറയുന്നത് തന്ത്രമാണ്, അല്ലെങ്കിൽ ആ വീഴ്ച പറ്റുമെന്ന ഭയമാണ് ഒരുപക്ഷെ സതീശനുള്ളത്. കാരണം സതീശന് ഈ യൂത്ത് കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി കർഷകമായി ബന്ധപ്പെട്ട പോഷക സംഘടനകളുമായി ഒന്നും ഒരു ബാക്കപ്പ് ഇല്ലാതെ കയറി വന്ന ഒരാൾ, കെട്ടിയിറക്കപ്പെട്ടയാൾ എന്ന അർത്ഥത്തിൽ വലിയ വിമർശനം കോൺഗ്രസിനുള്ളിൽ തന്നെ വി.ഡി. സതീശനെതിരെയുണ്ട്. മാത്രമല്ല ചെന്നിത്തലയെ കണ്ണീരോടുകൂടി അവിടെ നിന്ന് ഇറക്കി വിട്ടതാണ് എന്നതടക്കം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് തൊട്ട് മുമ്പ് നമുക്കറിയാമല്ലോ. അത് അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം അതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സതീശൻ്റെ ഓരോ നീക്കങ്ങളും
ഈ സാമുദായിക പിന്തുണയില്ലെങ്കിൽ നിർബന്ധ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും കോൺഗ്രസ് അത്തരത്തിലൊരു സാമുദായിക കോൺഫെഡറേഷനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് സതീശൻ്റെ ഭയം. അതൊരു പക്ഷേ സതീശൻ്റെ ഭാവിയിൽ ഈ നേതൃസ്ഥാനം പോകുന്നതിൻ്റെയുമായി ബന്ധപ്പെട്ട എല്ലാ ഭീഷണികളും അദ്ദേഹം കാണുകയാണിതിൽ, അല്ലേ? തീർച്ചയായും അജിംഷാദ്, ഇത് പുറത്തുള്ള സംഘടനയ്ക്ക് പുറത്തുള്ള വിവാദങ്ങളായിരുന്നാൽ തന്നെയും ഇത് സംഘടനയ്ക്കകത്ത് കൂടുതൽ പ്രത്യാഘാതം ഉണ്ടാകുന്ന കാര്യമാണ്. ഒന്ന്, കെ കരുണാകരന്റെ കാലം മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലം മുതൽ ഈ സാമുദായിക തരത്തിലുള്ള ബലാബലത്തിൽ അവർക്ക് ലഭിക്കുന്ന പിന്തുണ വളരെ ഏത് അർത്ഥത്തിലാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചത്. അതിൽ കെ മുരളീധരനെ പോലെ നേതാക്കളൊക്കെ തന്നെ ഒരിക്കലും വി ഡി സതീശനൊപ്പം നിൽക്കുന്ന നേതാവല്ല. അവർക്കൊക്കെ തന്നെ വലിയ തരത്തിൽ ലീഗുമായിട്ടൊക്കെ തന്നെ വളരെ അടുപ്പമുള്ളൊരു നേതാവാണ്. അത് മാത്രമല്ല, കെ മുരളീധരൻ തന്നെയാണ് അന്ന് പോസ്റ്റ് ഇട്ടത് ഞാൻ എന്ന പാട്ട് വി ഡി സതീശനെതിരായിട്ടാണ് പൊതുവിൽ വിവക്ഷിക്കപ്പെട്ടത്. തീർച്ചയായും കഴിഞ്ഞ ദിവസം NSSന്റെ ഈ മന്നൻ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയെ ഈ അവിടേക്ക് ക്ഷണിച്ച സംഭവത്തിലും ഒളിയം പെയ്തിട്ടാണ് കെ മുരളീധരൻ സംസാരിച്ചത്. കെ മുരളീധരൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ സ്വീകാര്യമായിട്ടുള്ള ആൾക്കാരെ അവർ ക്ഷണിക്കാറുണ്ട്, എന്നെ മുൻപ് ക്ഷണിച്ചിട്ടുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തലയും വിളിച്ചത്. അപ്പോൾ അതിന് സ്വീകാര്യമല്ലാത്ത ആളല്ലാത്തത് കൊണ്ടാണ് വി ഡി സതീശനെ വിളിക്കാത്തത് എന്നൊരു ധ്വനി കൂടി NSSന് അത്ര സ്വീകാര്യമായ ആളല്ല വി ഡി സതീശൻ എന്ന ധ്വനി കൂടി കെ മുരളീധരൻ എപ്പോഴും പറയുമ്പോൾ വാചകങ്ങളോ പ്രസ്താവന നടത്തുമ്പോൾ വലിയ തരത്തിൽ ഒളിയം പെയ്യുകയും പറയാതെ പറയുകയും ചെയ്തൊരു നേതാവാണ്. സ്വീകാര്യനായ നേതാവായതുകൊണ്ട് എന്നെയും കെ മുരളീധരനെയും NSS ആസ്ഥാനത്തേക്ക് ക്ഷണിച്ചു. വി ഡി സതീശൻ ആ സ്വീകാര്യമായ പട്ടികയിൽ ഉള്ള ഒരാളല്ല എന്നൊരു ധ്വനി കൂടി അക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് AK ആന്റണിയെ പോലെ മുതിർന്ന നേതാക്കൾ, മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VL സുധീരൻ, കെ മുരളീധരനെ പോലെയുള്ള ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ഏറ്റവും ഈ പ്രബലനായിട്ടുള്ള ഐ ഗ്രൂപ്പിന്റെ നേതാവ്, ഇങ്ങനെയുള്ള വലിയ ശൃംഖല തന്നെ ഇക്കാര്യത്തിൽ കോൺഗ്രസിലുള്ള അതൃപ്തരാണ്. അവരെല്ലാം പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ സരിനും ഷാനിബുക്കെ പോകുമ്പോൾ പറയുന്നത് അവർക്ക് പോയി പറയാൻ, വിഷമങ്ങൾ പറയാൻ ഒരു നേതൃത്വമില്ല എന്ന കാര്യമാണ്. ഒരു വിഭാഗം നേതാക്കൾ സംഘടിതമായി കോക്കസായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ ഘട്ടത്തിൽ ഇവർക്കെല്ലാം സ്വീകാര്യനായ ഒരു നേതാവ് കൂടിയാണ് രമേശ് ചെന്നിത്തല. ഈ കാര്യത്തിൽ സാമുദായികമായ പിന്തുണ കൂടി രമേശ് ചെന്നിത്തല. ഇപ്പോൾ നമ്മോടൊപ്പം ശ്രീ നാസർ കൊളായി കൂടി ചേരുകയാണ്. ശ്രീ നാസർ കൊളായി, അതായത് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും തമ്മിലുള്ള പോര് മുറുകുന്ന ഒരു കാഴ്ച, NSSൻ്റെയും SNDPയുടെയും പിന്തുണ കോൺഗ്രസിൽ ചെന്നിത്തലയ്ക്കാണ് എന്ന് വരുന്നു. അതിൽ വലിയ അസ്വസ്ഥനായി വി ഡി സതീശൻ വരുന്നു. വി ഡി സതീശൻ്റെ താൻ പോരുമയും ധാർഷ്ട്യവും കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശിക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഭയപ്പെട്ടിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ സംയമനത്തോടെ കൂടി പെരുമാറുന്നു. എങ്ങനെയാണ് ഇതിനെ ഒന്ന് നിരീക്ഷിക്കേണ്ടത്? ഇത് ചെന്നിത്തലയും അതുപോലെ തന്നെ വി ഡി സതീശനും തമ്മിലുള്ള പോരിനപ്പുറം കോൺഗ്രസ് രാഷ്ട്രീയം വീണ്ടും സാമുദായിക സമവാക്യങ്ങളിലേക്ക് പോകുന്നു എന്ന ഒരു തിരിച്ചറിവ് കൂടി കേരളീയ പൊതുസമൂഹത്തിനുണ്ടാവണം. 57-ലെ EMS സർക്കാരിനെ അട്ടിമറിക്കാൻ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടുകെട്ടാണ് സാമുദായിക കൂട്ടുകെട്ട്. ആ സാമുദായിക കൂട്ടുകെട്ടുകളാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ഗതിവിഗതികളെ തീരുമാനിക്കുന്നത് എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോഴും കോൺഗ്രസിലുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. സ്വാഭാവികമായി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതിന് പകരം ഇത്തരം രാഷ്ട്രീയ അഭയകേന്ദ്രങ്ങളിലേക്ക്, സാമുദായിക അഭയകേന്ദ്രങ്ങളിലേക്ക് കോൺഗ്രസ് നേതാക്കൾ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സാന്ദർഭികമായി പറയാനുള്ള ഒരു കാര്യം, ഈ രാഷ്ട്രീയ മര്യാദയുടെ കാര്യത്തിൽ, ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ മര്യാദയുടെ കാര്യത്തിൽ സതീശനേക്കാളും നല്ലത് ചെന്നിത്തലയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ താങ്കൾ പറഞ്ഞ ആ സാമുദായികമായ സമവാക്യങ്ങളുടെ ഒരു അപകടകരമായ ദിശയുണ്ട്. കാരണം വി ഡി സതീശൻ, നമ്മൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം പശ്ചാത്തലത്തിൽ നാസർ കൊളായി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ, അതായത് വി ഡി സതീശൻ പിന്തുണയ്ക്കുന്ന, വി ഡി സതീശന് പിന്തുണയുള്ളത് RSSൻ്റെയും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും അല്ലെങ്കിൽ SDPI പോലെയുള്ള തീവ്ര കക്ഷികളുടെയും ഒക്കെയാണ്. മതരാഷ്ട്രവാദികൾ, ഫാസിസ്റ്റുകൾ, തീവ്രപക്ഷക്കാരൊക്കെയാണ്. പക്ഷേ ചെന്നിത്തലയ്ക്കാകട്ടെ NSS, SNDP, മുസ്ലിം ലീഗിലെ വലിയൊരു വിഭാഗം അടക്കമുള്ള പിന്തുണയാണ്. അപ്പോൾ അതിൻ്റെ സ്വഭാവം, ആ പിന്തുണയുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട് എന്ന് നിരീക്ഷിക്കാമോ? പിന്തുണയുടെ സ്വഭാവത്തിന് വ്യത്യാസമുണ്ട്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ എന്താ പറയാ, ലേറ്റ് ആയിട്ടുള്ള തീവ്രമായ വർഗീയവാദവും നേരിയ തോതിലുള്ള സാമുദായികവാദവും എന്നാണ് ഞാൻ അതിനെ വീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, തീവ്ര വർഗീയവാദത്തിന്റെ കൂടെയാണ് സതീശൻ നിൽക്കുന്നത്. സതീശൻ എന്തും ചെയ്യും. സതീശന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്.
മുനമ്പം വിഷയം കത്തിച്ചു കൂട്ടുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. 10 മിനിറ്റിനുള്ളിൽ എനിക്കത് പരിഹരിക്കാൻ കഴിയും. 10 മിനിറ്റുള്ള ഒരു പരിഹാര മാർഗം എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ മനുഷ്യനാണ് സതീശൻ. കേരളം ഒരു വർഗീയതയിലേക്ക് അതിന്റെ പേരിൽ പോവുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു ഫോർമുല സതീശന്റെ കയ്യിലുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ സാമുദായിക സൗഹൃദത്തിന് വേണ്ടി ഗവൺമെന്റിനോട് ഉപദേശിക്കണം, പത്രക്കാരോട് പറയണം. അതിനപ്പുറം എനിക്കിന്റെ കയ്യിൽ ഒരു ഫോർമുലയുണ്ട് എന്ന് പറയുകയും ഇപ്പോ മരാമൻ കൺവെൻഷനിലേക്ക് സതീശൻ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ആമുഖമായി പറഞ്ഞതുപോലെ സാമുദായിക രാഷ്ട്രീയങ്ങളിലേക്ക് ചിലർ അങ്ങോട്ട് മാറുന്നു, ചിലർ ഇങ്ങോട്ട് മാറുന്നു. അവരുടെ പിന്തുണ കൊണ്ട് സമൂഹത്തിൽ മേൽക്കൈ നേടാം എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അതിന് പകരം ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇപ്പൊ ഈ കേരളത്തിൽ എല്ലാ സമുദായങ്ങളും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ് ഒറ്റ രാത്രിയിലെ പെരുമഴയിൽ വയനാടിന്റെ മേപ്പാടി മലയിടുക്കിൽ ഭൂമിക്ക് മുകളിൽ നിന്ന് അപ്രത്യക്ഷമായത്. ആ വിഷയത്തിൽ കേന്ദ്രത്തിനോട് ഒരുമിച്ച് സംസാരിക്കാൻ ചെന്നിത്തലയുണ്ടോ, വി ഡി സതീശനുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ പറഞ്ഞത് കേന്ദ്രത്തിനെതിരെ മോദിക്കെതിരെ ഒന്നിച്ചു നിന്ന് കേരളത്തിന്റെ ശബ്ദമായി പ്രതികരിക്കാൻ 3 വട്ടം ആലോചിക്കണമെന്നാണ്. ഒരു വട്ടം ആലോചിക്കണം. എന്തിനാലോചിക്കണം? ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇത്തരം ജനകീയ വിഷയങ്ങൾ ഇടപെടുകയല്ലേ വേണ്ടത്. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തെ നമുക്ക് മാറി നിന്ന് വീക്ഷിക്കാം. ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, സാമുദായിക രാഷ്ട്രീയം, വർഗീയ രാഷ്ട്രീയം, അതിൽ സതീശന്റെ നേതൃത്വത്തിൽ തീവ്ര വർഗീയതമായ രാഷ്ട്രീയത്തിനോട് SPKയോടും ജമാഅത്ത് ഇസ്ലാമിയോടും എന്തിന് RSSനോടും കൂടി ചേർന്ന് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. അതേസമയത്ത് ചെന്നിത്തല ഈ പറഞ്ഞതുപോലെ നേരത്തെ ചെന്നിത്തലയെ NSS സ്വന്തം ആക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ സാമുദായിക കള്ളിയിൽ ഉൾപ്പെടുത്തരുത് എന്ന് താക്കോൽസ്ഥാനത്തിന്റെ വിവാദകാലത്ത് പറഞ്ഞ രാഷ്ട്രീയക്കാരനാണ് ചെന്നിത്തല. ഇപ്പോ അതേ ചെന്നിത്തല ഇങ്ങനെ SNDP വിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചെന്നിത്തലക്ക് വലിയ ആശ്വാസമായിട്ടാണ് വാർത്താ മാധ്യമങ്ങളുടെ സംസാര രീതിയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു പൊതു രാഷ്ട്രീയം എന്നുള്ള നിലക്ക് നമ്മൾ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക. ആ പ്രശ്നങ്ങൾക്ക് അതിന് നിറമില്ല. ജാതിയുടെയോ മതത്തിന്റെയോ സമുദായത്തിന്റെയോ വർഗീയതയുടെയോ നിറമില്ല. അത് മനുഷ്യര്, മലയാളികൾ എന്ന കാഴ്ചപ്പാടിലാണ് കാണേണ്ടത്. ആ അർത്ഥത്തിൽ നിന്ന് രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കോൺഗ്രസിന് സാധിക്കാത്തതുകൊണ്ട് അതിൽ ഒരു വിഭാഗം തീവ്ര വർഗീയതയുടെ കൂടെ പോകുന്നു, മറ്റൊരു വിഭാഗം സാമുദായിക രാഷ്ട്രീയത്തിനപ്പുറം പോകുന്നു എന്നുള്ളതിനപ്പുറം അത് കോൺഗ്രസിനകത്ത് നടക്കുന്ന നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ലാതെ കേരളത്തിൽ പ്രത്യേകിച്ച് അതിൽ നിന്ന് ഒരു മെച്ചം ഉണ്ടാകുന്നോ ഒരു മാതൃകമായ രാഷ്ട്രീയമാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായും വളരെ വ്യക്തമാണ്. കൈരളി ന്യൂസുമായി സഹകരിച്ചതിന് താങ്കളുടെ ആശയം പങ്കുവച്ചതിന് വളരെ നന്ദി ശ്രീ നാസർ കുളായ്. BR അംബേദ്കറെ അവഹേളിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയ്ക്കെതിരെ പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കാനൊരുങ്ങുകയാണ് ഇന്ത്യ സഖ്യം. അതേസമയം ഭരണപക്ഷ MPമാരെ കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ എടുത്ത കേസ് ദില്ലി പോലീസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. 7 അംഗങ്ങൾ അടങ്ങുന്ന സംഘം കേസ് അന്വേഷിക്കും. സംഘത്തിൽ 2 SP-മാരും ഉൾപ്പെടും. റിപ്പോർട്ട് കാണാം ആദ്യം. സംഘപരിവാറിന്റെ ദളിത് പിന്നോക്ക വിരുദ്ധതയ്ക്കെതിരെ രാജ്യമെങ്ങും രോഷം പടർത്തിയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അവസാനിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന BJPക്ക് തന്നെ തിരിച്ചടിയായി. അതേസമയം അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ MPമാർ നടത്തിയ പ്രതിഷേധത്തിനിടെ ഭരണപ്രതിപക്ഷ MPമാർ ഏറ്റുമുട്ടിയ സംഘർഷത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാണ് കേന്ദ്രത്തിന്റെ ശ്രമം. BJPയുടെ വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നാലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടാൻ കേന്ദ്രം ഇതുവരെയും തയ്യാറായിട്ടില്ല. യാഥാർത്ഥ്യങ്ങൾ പുറത്തുവരാൻ CCTV ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് MP പ്രമോദ് തിവാരി ആവശ്യപ്പെട്ടു. CCTV फुटेज वहां पे एक मिनट की, एक पल की, एक इंच की, क्योंकि मैं समझता हूँ सर्वाधिक संवेदनशील और सुरक्षित क्षेत्र संसद परिसर वो जारी करें और जो कुछ वो कह रहे हैं उसी CCTV से झूठ बोल के नहीं कि मिनिस्टर्स की सीरीज लगा दो, आज ये झूठ, कल वो झूठ, परसों वो झूठ, सुबह वो, दोपहर वो, शाम, CCTV फुटेज सील किया जाए और जारी किया जाए. സംഘർഷത്തിന് പിന്നാലെ പ്രതിപക്ഷ MPമാർ BJP MPമാർക്കെതിരെ നൽകിയ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെയും ദില്ലി പോലീസ് തയ്യാറായിട്ടില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ ഏകാധിപത്യം കൊണ്ടുവരാനാണ് BJP ശ്രമം നടത്തുന്നതെന്ന് ഇന്ത്യ സഖ്യം ആരോപിച്ചു. സത്യം മറച്ചുവെക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം തടയുമെന്ന് പ്രതിപക്ഷ MPമാരും വ്യക്തമാക്കി. ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ, സംസ്ഥാന, ജില്ലാ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.
അതേസമയം കേന്ദ്ര സർക്കാരിന്, മോദി സർക്കാരിന്, അമിത്ഷയ്ക്കൊക്കെ തിരിച്ചടിയായുള്ള ഒരു പ്രഖ്യാപനം ഈ പ്രതിഷേധങ്ങൾക്കൊപ്പം അത് രൂപപ്പെടുകയാണ്. അത് ദില്ലിയിലെ ആം ആദ്മി സർക്കാരിൻ്റെ ഭാഗത്താണ്. BR അംബേദ്കറിൻ്റെ പേരിൽ ദളിത് വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കുകയാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. വിദേശ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മുഴുവൻ ചെലവും ദില്ലി സർക്കാർ വഹിക്കും. അമിത്ഷാ പാർലമെൻറ്റിൽ അംബേദ്കറിനെ അപമാനിച്ചതിന് മറുപടിയായി കൂടിയാണ് സ്കോളർഷിപ്പിൻ്റെ ഈ പ്രഖ്യാപനം. ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അബ്ദുൾ റഷീദ് കൂടി ചേരുകയാണ്. അബ്ദുൾ റഷീദ്, ഈ വിസ്ത കെട്ടിടത്തിൻ്റെ അല്ലെങ്കിൽ 2 സഭകൾ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ വാതിലുകൾ പൂട്ടിക്കൊണ്ട് പോയാൽ കാര്യങ്ങൾ നടക്കില്ല. അതിന് പുറത്തും ഈ രാജ്യത്ത് പ്രതിഷേധത്തിൻ്റെ വലിയ ഇടമുണ്ട്. അതായത് അംബേദ്കറെ അപമാനിച്ചാൽ, ഭരണഘടനാ ശില്പിയെ അപമാനിച്ചാൽ നോക്കി നിൽക്കില്ല എന്ന വലിയ പ്രഖ്യാപനവുമായി ദേശീയ തലത്തിൽ വ്യാപകമാക്കുകയാണ് പ്രതിഷേധം പ്രതിപക്ഷം. ഒപ്പം ഇന്ന് നടന്ന മറ്റ് വികാസങ്ങൾ കൂടി. അജിൻഷാദ്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. സംഘപരിവാറിന്റെ ദളിത് പിന്നോക്ക വിരുദ്ധതയ്ക്കെതിരെ രാജ്യമെങ്ങും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് രോഷം പടർത്തിക്കൊണ്ടാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം കഴിഞ്ഞ ദിവസം അവസാനിച്ചത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവനയ്ക്ക് BJPക്ക് തന്നെ വലിയ ഒരു തിരിച്ചടിയാകുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി. എന്തായാലും ഈ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ MP-മാരൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് അടുത്ത ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലൊക്കെ തന്നെയും കടക്കുന്നത് എന്നതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെയും ഇടത് MP-മാരൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തും. ഇത് ഈ ദില്ലിയിൽ മാത്രമല്ല, രാജ്യവ്യാപകമായി തന്നെ, അതോടൊപ്പം സംസ്ഥാനങ്ങളിലേക്കും ജില്ലാ അടിസ്ഥാനത്തിലൊക്കെ തന്നെയും ഇത്തരത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. എന്തായാലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ തന്നെയും ഉയർന്നു വന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് രാജസ്ഥാനിലെ ജയ്പൂരിൽ ഇന്ത്യ സഖ്യം സംഘടിപ്പിച്ച മാർച്ചിനെതിരെ വലിയ രീതിയിൽ ജലപീരങ്കി അടക്കം ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി കോൺഗ്രസിന്റെയും മറ്റു പ്രതിപക്ഷ MP-മാർക്കൊക്കെ തന്നെയും പരിക്കേൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതൊക്കെ തന്നെയും ഈ പ്രതിഷേധത്തെ അടിച്ചമർത്താനുള്ള ശ്രമം തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും അത് നമുക്ക് വ്യക്തമായതാണ്. കാരണം ഈ പാർലമെന്റിന്റെ വളപ്പിൽ പോലും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഉത്തരവിറക്കുന്നു. അതോടൊപ്പം മറ്റു ഈ പ്രതിഷേധങ്ങൾക്കിടെ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളിൽ ഈ കോൺഗ്രസിന്റെയും അതോടൊപ്പം പ്രതിപക്ഷ MP-മാർക്കെതിരെയും മാത്രം നടപടി സ്വീകരിക്കുന്ന ഒരു നയം കേന്ദ്രം കൊണ്ടുവരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ പ്രതിഷേധത്തിന് ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധത്തിന് അങ്ങനെ വിശാല അർത്ഥത്തിലുള്ള ഒരു മാനമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൂടി പ്രഖ്യാപിക്കുന്നു. കാരണം അമിത്ഷാ അംബേദ്കറെ ആക്ഷേപിക്കുമ്പോൾ ഇതാ ദില്ലിയിലെ ആം ആദ്മി സർക്കാർ, ഇന്ത്യ മുന്നണിയിലെ ഒരു ഭാഗം പ്രഖ്യാപിക്കുന്നത് അംബേദ്കറിൻ്റെ പേരിൽ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതിന് മറുപടി നൽകുന്നത്. ഇന്നലെ ജോൺ ബ്രിട്ടാസും വി ശിവദാസനും കെ രാധാകൃഷ്ണൻ MP-യും KC വേണുഗോപാലും അടക്കമുള്ളവരൊക്കെ പറഞ്ഞു ഈ പ്രതിഷേധം ഇവിടെ തീരില്ല, അമിത്ഷാ രാജിവെക്കണം, അല്ലെങ്കിൽ ഈ രാജ്യത്തിന് മുന്നിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാട്ടണം, ഇതടക്കമുള്ളവയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതോടൊപ്പമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഈ നീക്കം. അതായത് ഇന്ത്യ മുന്നണി ഒരു വിപുലമായ മാനത്തോടു കൂടിയാണ് അംബേദ്കറുടെ വിഷയത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കാൻ പോകുന്നത്, അല്ലേ റഷീദ്? അമിത്ഷാ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ പ്രതിഷേധം ഈ സാധാരണഗതിയിൽ പ്രതിഷേധം മാർച്ചിൽ ഒതുക്കാനല്ല ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടിയും മറ്റു പാർട്ടികളൊക്കെ തന്നെയും. കാരണം ഈ ഞാൻ തിരിച്ചെത്താം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ PV തോമസ് കൂടി ഇപ്പോൾ ചേരുകയാണ് നമ്മോടൊപ്പം. ശ്രീ PV തോമസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അംബേദ്കറെ ആക്ഷേപിക്കുന്നു, പരസ്യമായി ആക്ഷേപിക്കുന്നു, അതും ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ വെച്ച്. അതിന് അമിത്ഷാക്ക് ധൈര്യം കിട്ടുകയാണ്. അന്യായമായ മോദിയുടെ പിന്തുണ അതിനുണ്ടാവുകയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ മുന്നണി പ്രതിപക്ഷം ഒന്നാകെ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി അവസാനിപ്പിച്ചാൽ തീരുന്നതല്ല അതെന്ന്. അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രഖ്യാപനം, അംബേദ്കറുടെ പേരിലുള്ള സ്കോളർഷിപ്പ്, ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് നാം? അതായത് അമിത്ഷാ ഈ ആക്രമണം നടത്തിയത് പാർലമെന്റിൽ വെച്ച് തന്നെയാണ്. പാർലമെന്റിൽ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള.
പക്ഷെ അദ്ദേഹത്തിന്റെ ആ പാർട്ടിയുടെയും സംഘപരിവാറിന്റെയും ഒരു ആശയമാണ് അദ്ദേഹം കാണിച്ചത്, അതായത് അദ്ദേഹം പറഞ്ഞത്. അതായത് ആ രീതിയിലാണ് ഇവർ പോകുന്നത്. ഈ ഇടയ്ക്ക് ഇവർക്ക് നേതാക്കന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തീർച്ചയായിട്ടും അംബേദ്കറെയോ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെയോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ ഒക്കെ ഇവർ എടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതൊരു പൊള്ളയായിട്ടുള്ള ഒരിതാണ്. അംബേദ്കറെ അവര് ശരിക്കും അവഹേളിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അമിത്ഷായുടെ പരാമർശനം ഒരു ദേശീയ കളങ്കമാണ്. അദ്ദേഹം പറഞ്ഞത് ആര് ഡിസ്റ്റോർട്ട് ചെയ്യുന്ന പറയുന്നത്? ഒന്നുമില്ല. അംബേദ്കർ എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടിയല്ല, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ദൈവങ്ങളുടെ പേര് പറഞ്ഞാൽ മതി സ്വർഗം കിട്ടുമെന്ന് പറയുന്നു. നമ്മുടെ വീട്ടിലുണ്ടല്ലോ മോദി എന്നും പറഞ്ഞുകൊണ്ട് പറയുന്നതെല്ലാം അതിനെ അവരെല്ലാവരും കൂടി എല്ലാം അംഗീകരിക്കുന്നു. അങ്ങനെയുള്ള ഒരു ഏകാധിപത്യ പ്രവണതയിലേക്ക് പോവുകയാണ്. അംബേദ്കറെ പോലുള്ള ബിംബങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യ പക്ഷേ ശ്രീ പി വി തോമസ്, അതായത് ഇന്ത്യ മുന്നണിയുടെ ഈ പ്രതിഷേധവും അതിനൊക്കെ അപ്പുറത്തേക്ക് രാജ്യത്ത് ഈ പ്രതിഷേധം ബോധവൽക്കരിക്കുന്ന ഒരു ഇടമില്ലേ? അതായത് എന്താണ് അമിത്ഷയും അല്ലെങ്കിൽ സംഘപരിവാറും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും ഒക്കെ മുമ്പോട്ട് വെക്കുന്നത്? ആ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ, പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നത് പോലെ ഉള്ള ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഒരു സവർണ രാഷ്ട്രീയമാണ്, സവർണപക്ഷ രാഷ്ട്രീയമാണ്. അതിനെതിരായി പാർശ്വവൽകൃതർ, പിന്നോക്കക്കാർ, മറ്റ് ജനവിഭാഗങ്ങളൊക്കെ ഒന്നിക്കുന്ന ഒരു ഘട്ടം കൂടി അംബേദ്കറുടെ പേരിലില്ലേ? അത്തരത്തിലൊരു രാഷ്ട്രീയ സാധ്യത കൂടി രൂപപ്പെടുകയല്ലേ? ആ രാഷ്ട്രീയ സാധ്യത ഉണ്ടാകേണ്ടതാണ്, അത് ഉണ്ടാകണം. പക്ഷെ ഇപ്പോഴത്തെ യുവജനങ്ങൾ എങ്ങനെയാണ് ഇതിനൊക്കെ എതിർക്കുന്നത് കാണാറുണ്ടോ കേൾക്കാറുണ്ടോ എന്ന് പോലും അറിയാൻ പാടില്ല. അവരുടെ അത്രമാത്രം സബദ്ധത ഉണ്ടെന്ന് പക്ഷേ ഈ അംബേദ്കറുടെ പേരിൽ ഇപ്പോൾ പ്രതിപക്ഷം നടത്തുന്നത് ഈ താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ തൽപരരല്ലാത്ത അല്ലെങ്കിൽ അരാഷ്ട്രീയവാദമുള്ള ചില ന്യൂജൻ ഇടങ്ങളിലേക്ക് കൂടി എത്തും എന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെ സാധ്യതയില്ലേ ശ്രീ പി വി തോമസ്? അതെ, സാധ്യതയുണ്ട് എന്നാണ് സാധ്യത ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എത്രമാത്രം ഉണ്ടാകുമെന്ന് എനിക്ക് അറിവില്ല. തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് ശ്രീ പി വി തോമസ്. തീർച്ചയായും തിരികെ എത്തുമ്പോൾ നാം കണ്ടു ഉത്തരേന്ത്യയിലടക്കം കർഷകർ വല്ലാതെ വലയുന്നത്, സവാളയ്ക്കടക്കം വില കിട്ടാതെ, മാത്രമല്ല സാധനങ്ങൾക്കൊക്കെ തീവിലയിൽ ഉത്തരേന്ത്യയിൽ വിപണികൾ പൊള്ളുന്നു എന്ന നിരവധി വാർത്തകൾ ഇന്ന് മറ്റ് വാർത്താ സംവിധാനങ്ങൾ വഴിയൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർണായകമായ വിപണിയിലേക്കുള്ള ഇടപെടൽ. സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾക്ക് തുടക്കമാകുന്നു. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സപ്ലൈകോയുടെ പ്രധാന സൂപ്പർ മാർക്കറ്റുകൾ ക്രിസ്മസ് ഫെയറായി പ്രവർത്തിക്കും. ഈ മാസം 30 വരെയാണ് സപ്ലൈകോ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സംഘടിപ്പിക്കുന്നത്. ആ റിപ്പോർട്ട് കാണാം ആദ്യം. ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 30% വരെ വിലക്കുറവും ശബരി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക വിലക്കുറവും സപ്ലൈകോയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളിലുണ്ടാകും. ഇതിനു പുറമെ എല്ലാ ദിവസങ്ങളിലും 2:30 മുതൽ 4 വരെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഫ്ലാഷ് സെയിലും നടക്കും. ഫെയറുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെയും വില ദിനംപ്രതി നമ്മുടെ രാജ്യത്ത് കുതിച്ചുയരുകയാണ്. എന്നാൽ വിലക്കയറ്റം തടഞ്ഞു നിർത്താനുള്ള ഫലപ്രദമായ നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് രാജ്യത്തിൻ്റെ അനുഭവം. അതായത് വിലക്കയറ്റം തടയാനും നിയന്ത്രിക്കാനും ബാധ്യതപ്പെട്ടവർ കേവലം കാഴ്ചക്കാരായി നിൽക്കുകയാണ്. രാജ്യത്തിൻ്റെ വിലക്കയറ്റവുമായി താരതമ്യപ്പെടുത്തിയാൽ അത്തരത്തിലൊരു വിലക്കയറ്റം, ആ തോതിലുള്ള വിലക്കയറ്റം നമ്മുടെ സംസ്ഥാനത്തിന് അനുഭവപ്പെടുന്നില്ല. ഇത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായി ഉണ്ടാകേണ്ട ആ വിലക്കയറ്റത്തെ തടുത്തു നിർത്താൻ കഴിയുന്നത് ഫലപ്രദമായ വിപണി ഇടപെടൽ കൊണ്ടാണ്. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ പച്ചക്കറികളും ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകളിലുണ്ട്. സപ്ലൈകോ ഫെയറുകളിൽ പൊതുവിപണിയേക്കാൾ വിലക്കുറവെന്ന് പൊതുജനങ്ങൾ തന്നെ വിലയിരുത്തുന്നു.
വില കടയിലേന്നെങ്കിലും കുറവുണ്ട്. നല്ല പൈസ, പൊതുവാണെങ്കിൽ നല്ല പൈസയാണ്. ഇത് കുറവാണ്. സ്ഥിരമായിട്ട് വാങ്ങിക്കാറുണ്ട്, ഓണത്തിനും വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് ലാഭമുണ്ട് കേട്ടോ. പഞ്ചസാരയ്ക്കായാലും മുളകിനായാലും എല്ലാ സാധനത്തിനും ലാഭമുണ്ട്. എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്തെ പ്രധാന സൂപ്പർ മാർക്കറ്റ് സപ്ലൈകോ ക്രിസ്മസ് ഫെയറായി പ്രവർത്തിക്കും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് വളരെ പ്രസക്തമായി അടിവരയിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം കേന്ദ്രത്തിൻ്റെ നയങ്ങളാണ് ഇത്തരത്തിൽ വിലക്കയറ്റം രൂപപ്പെടുത്തുന്നത്. അങ്ങനെ വിലക്കയറ്റത്തിൽ ജനങ്ങൾ വലയുമ്പോൾ അതിൽ ഇടപെടാതെ നോക്കി നിൽക്കുന്ന ഭരണകൂടം അത് ശരിയല്ല. അതൊരു ജനകീയ സർക്കാർ സംവിധാനങ്ങൾക്ക് ചേർന്നല്ല. അതാണ് കേരള സർക്കാർ അതിന് ബദലായി വിപണിയിലേക്ക് ഇടപെടുന്നു എന്നുള്ളത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള വിപണി ഇടപെടലുകൾ കൊണ്ട് നേരത്തെയും ഈ പിണറായി വിജയൻ സർക്കാർ, LDF സർക്കാരൊക്കെ അവരുടെ മാതൃക കാട്ടിയിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെ ഈ സാമ്പത്തിക പിരിമുറുക്കത്തിലും നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ഇരട്ടി മധുരം എന്നത്. ഇപ്പോൾ ഫെയറിൽ നിന്ന് തന്നെ ഞങ്ങളുടെ പ്രതിനിധി സുലേഖ ചേരുകയാണ്. സുലേഖ, ആദ്യം നമുക്ക് എങ്ങനെയുണ്ട് ഫെയറുകൾക്കുള്ള ഒരു റെസ്പോൺസ്? എവിടാണ് സുലേഖ ഉള്ളത്? അജിംഷ, തീർച്ചയായും നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറിലാണ്. സപ്ലൈകോയുടെ വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഫെയറിലെ കാര്യങ്ങളിലേക്ക് പോയാൽ അരിയുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉള്ളി, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി തുടങ്ങിയ പച്ചക്കറികളൊക്കെ തന്നെയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അജിംഷാദ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, സവാളയ്ക്കൊക്കെ വില ഉയരുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് എന്നുകൂടി. അത്തരത്തിൽ നേരത്തെ ഈ ഓണക്കാലത്ത് സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച അതേപോലെ തന്നെ ഇത്തവണയും ഈ ഉത്സവകാലത്ത് ക്രിസ്മസ് ന്യൂ ഇയർ ഫെയർ സംഘടിപ്പിക്കുകയാണ് സപ്ലൈകോ. ഫെയറുകളിലും ഇത്തരത്തിൽ സുലേഖ, നിത്യോപയോഗ സാധനങ്ങളുള്ള 13 ഇനങ്ങൾക്കാണ് സബ്സിഡി. പിന്നെ അത് മാത്രമല്ല, ഈ 2 മുതൽ 4 വരെ ഫ്ലാഷ് സെയിൽ. എന്താണത്? തീർച്ചയായും അജിംഷാദ്, ഈ ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് 5 മുതൽ 30% വിലക്കുറവാണ് സപ്ലൈകോ നൽകുന്നത്. അതിന് പുറമെ സപ്ലൈകോയുടെ സാധനങ്ങളുണ്ട്. ആ സാധനങ്ങൾക്കും വലിയ രീതിയിലുള്ള ഒരു കിഴിവും ഈ ഫെയറുകളിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നീടുള്ളത് ഈ 2:30 മുതൽ 4 മണി വരെയുള്ള ഫ്ലാഷ് സെയിലുകളാണ്. ഈ സെയിലിൽ ഇത്തരത്തിൽ വലിയ ഓഫറുകൾ നൽകുന്നു. ഈ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ഒരു ഫ്ലാഷ് സെയിൽ, അതായത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന പോലെ വലിയ വിലക്കുറവിൽ, വൻ വിലക്കുറവിലാണ് ഇത്തരത്തിൽ സാധനങ്ങൾക്കൊക്കെ തന്നെയും ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സമയത്ത് 2:30 മുതൽ 4 മണി വരെയുള്ള സമയത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിലുള്ള വിലക്കുറവ് അനുഭവപ്പെടും എന്നുള്ളത് തന്നെയാണ്. ഇത് കഴിഞ്ഞ ഓണക്കാലത്തും ഈ സപ്ലൈകോ ഇത്തരത്തിലുള്ളൊരു കാര്യം എടുത്തു കൊണ്ടുവന്നിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് വളരെ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ മാറുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓണം ഫെയറുകൾ അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങളിലേക്ക് വലിയ ഒരു അഡ്വാൻറ്റേജായി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ഉപകാരപ്രദമാകുന്ന ഒരു തരത്തിലേക്ക് ഓണം ഫെയറുകൾ മാറിയിരുന്നു. അതേപോലെ തന്നെ ക്രിസ്മസ് കാലഘട്ടത്തിലും ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദം മുന്നണി ഭരിക്കുന്ന ഘട്ടങ്ങളിലുള്ള ഇടപെടലുകൾ മറ്റ് നാം കാണാറില്ല കേരളത്തിൽ. അവർ കൃത്യമായി അതിൽ ഇടപെടുന്ന ഒരു രീതിയുണ്ട്. എന്തിനും മാവേലി സ്റ്റോർ പോലും അത്തരത്തിൽ ഒരു LDF ഉൽപ്പന്നമായി, അല്ലെങ്കിൽ LDFൻ്റെ ചിന്തയായി എത്തിയതാണ്. അപ്പോൾ അങ്ങനെ ഒരു തുടർച്ച അത് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ തുടക്കം മുതൽ നാം കാണുന്നതുമാണ്. അതിൻ്റെ തുടർച്ച സ്വാഭാവികമായും ഈ വിപണിയിലേക്കുള്ള ഇടപെടൽ. നേരത്തെ സുലേഖ സൂചിപ്പിച്ചതുപോലെ സവോളയുടെ അടക്കമുള്ള വില വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലടക്കം കർഷകർക്ക് വില കിട്ടുന്നില്ല, എന്ന നാട്ടുകാർക്ക് വിലക്കയറ്റവും, ഇങ്ങനെ ഒരു വലിയ ഇടനില ചൂഷണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതിനെതിരെയൊക്കെ കാഴ്ചക്കാരായി നിൽക്കുകയാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്താണ് ഈ ഇടപെടലുകൾ, ഈ ഭരണകൂടത്തിൻ്റെ ഇടപെടലുകൾ, ജനകീയ സർക്കാരിൻ്റെ ഇടപെടൽ ഒപ്പമുണ്ട് സർക്കാർ എന്ന് ബോധ്യമാക്കുന്നത്. അത് ഇപ്പോൾ ക്രിസ്മസിൻ്റെയോ അല്ലെങ്കിൽ ന്യൂ ഇയറിൻ്റെയോ ഒന്നും ആഘോഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണേണ്ടത് മാത്രമല്ല, അല്ലേ സുലേഖ?
തീർച്ചയായും അത് തന്നെയാണ് ജിംഷാദ്. നേരത്തെ സപ്ലൈകോ നേരത്തെ തന്നെ 13 സബ്സിഡി സാധനങ്ങൾ, അത് സബ്സിഡിയായി തന്നെ 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡിയായി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈ സപ്ലൈകോയുടെ സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ സപ്ലൈകോ സാധനങ്ങൾക്ക് വലിയ രീതിയിലുള്ള വിലക്കുറവ് നൽകിക്കൊണ്ട് അതിനൊപ്പം തന്നെ ഈ ഫ്ലാഷ് സെയിലുകൾ അടക്കമുള്ള ഓഫറുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഈ ക്രിസ്മസ് ന്യൂ ഇയർ ചന്തകൾ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിൽ സപ്ലൈകോയുടെ സാധനങ്ങളുണ്ട്, ഒപ്പം മറ്റ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുമുണ്ട് എന്നുള്ളത് തന്നെയാണ്. കേക്ക് ഉൾപ്പെടെയുള്ള മറ്റെല്ലാ സാധനങ്ങളും ഒരു ഉത്സവകാലത്ത് എന്തൊക്കെയാണോ ഒരു ആളുകൾക്ക് വേണ്ടത് അതൊക്കെ തന്നെയും ഈ മേളയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഇത് ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്നു, ജനങ്ങളിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയും എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അമ്മ, സാധനങ്ങളൊക്കെ വാങ്ങിയോ? വാങ്ങിച്ചോണ്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട്? വിലയൊക്കെ സിമ്പിളാണ്, കുറവ് തന്നെ. കുറവാണ്. നമ്മളെ പുറത്തൊക്കെ ഭയങ്കര വില. ഭയങ്കര വിലയാണ്. അതാണ് ഇവിടെ കുറവായതുകൊണ്ടാണ് ഇവിടെ വാങ്ങിക്കാം. അപ്പൊ അത് വാങ്ങിക്കാൻ ഇവിടെ തന്നെ വരും. നേരത്തെ വന്നോ? നേരത്തെ വന്നു. സാധനങ്ങളൊക്കെ കിട്ടിയോ? കിട്ടിയെല്ലാം കിട്ടി. കോഴി മസാല മാത്രം വാങ്ങിക്കണം, അതിന് ബാക്കി എല്ലാ സാധനവും വാങ്ങിച്ചു. പൊതുവെ ഇവിടെ തന്നെ വരുന്ന സാധനം വാങ്ങിക്കണത്, സപ്ലൈകോ സാധനങ്ങൾ തന്നെയാണ് വാങ്ങിക്കണത്. താങ്ക്സ്. ഇത് തന്നെയാണ് ജിംഷാദ്. കാരണം ഇപ്പോൾ സുലേഖ അടക്കമുള്ളവർ ഈ ഇവന്റിന്റെ കാര്യം പറയുമ്പോൾ ആ അമ്മ പറയുന്നു സപ്ലൈകോ നിരന്തരമായി അവർക്ക് ഈ സംവിധാനം അവർ ഉപയോഗിക്കുന്നുവെന്ന്. അത് മാത്രമല്ല, അമ്മയ്ക്ക് ആ സപ്ലൈകോയിൽ എത്തുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം വിലക്കുറവുണ്ട്, എല്ലാ സാധനമുണ്ട്. ഏതോ ഒരു ഉൽപ്പന്നം ഒഴിച്ച് ബാക്കിയെല്ലാം അവിടെ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. ഒരു വലിയ വിജയമാണത് തുടക്കത്തിൽ തന്നെ, അല്ലേ? തീർച്ചയായും ജിംഷാദ്, അത് തന്നെയാണ്. ഒരു തരത്തിൽ ഒരു ഘട്ടത്തിൽ സപ്ലൈകോയിൽ സാധനങ്ങളില്ല എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും വലിയ രീതിയിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ചന്തയിൽ എത്തുന്നവർ പറയുന്നത് ഈ വലിയ രീതിയിൽ അവർക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എണ്ണ ഉൾപ്പെടെയുള്ള, പുട്ടുപൊടി ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും, അരി, അതിനൊപ്പം തന്നെ പച്ചക്കറികൾ. നമ്മൾ ഈ പച്ചക്കറിയുടെ കാര്യമാണ് പറയുന്നത്. നേരത്തെ ജിംഷാദ് സൂചിപ്പിച്ചതുപോലെ സവാളയുടെയൊക്കെ വില പൊതുവിപണിയിൽ വലിയ തോതിൽ തോന്നുന്നപടി, അല്ലെങ്കിൽ അങ്ങനെ പറയാവുന്നതൊക്കെ രീതിയിൽ അത്രത്തോളം ഉയരുന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സപ്ലൈകോയുടെ ഈ ക്രിസ്മസ് ചന്തകൾ വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇതിപ്പോൾ പറയുന്ന സമയത്ത് സപ്ലൈകോയുടെ ചന്തകൾക്ക് ഇന്ന് തുടക്കമാകുന്നുണ്ടെങ്കിലും നാളെ മുതൽ കൺസ്യൂമർ ഫെഡിൻ്റെ ചന്തകൾ ആരംഭിക്കുമെന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ എല്ലാ രീതിയിലും പൊതുജനങ്ങൾക്ക് ഇത്തരത്തിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ ഉത്സവകാലത്ത് ഇത്തരത്തിൽ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു മുന്നോട്ടമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ എല്ലാ രീതിയിലും സാധാരണക്കാർക്ക് ഈ ഉത്സവകാലത്ത് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ബാധിക്കരുത് എന്നുള്ളത് തന്നെയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ്. മുഖ്യമന്ത്രി ഇന്ന് 11 മണിക്കാണ് ഇത്തരത്തിലുള്ളൊരു ഈ ഫെയർ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ ക്രിസ്മസ് ഫെയർ ആണ്. ഈ ഫെയർ ആണ് മുഖ്യമന്ത്രി സംസ്ഥാന തലത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്ത ഫെയർ എന്ന് പറയുന്നത്. ഈ ഉദ്ഘാടനം ചെയ്ത ഘട്ടത്തിൽ തന്നെ ആ മണിക്കൂറിൽ തന്നെ വലിയൊരു ജനത്തിരക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഈ ഉത്സവകാലത്ത് സാധാരണ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കരുത് എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ സർക്കാർ ഇത്തരത്തിലുള്ളൊരു ചന്തകളൊക്കെ തന്നെയും ഒരുക്കിയത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ജനത്തിരക്ക് തന്നെയാണ് ഈ ഓണച്ചന്തകളിൽ കാണാൻ കഴിയുന്നതെന്ന് നമുക്ക് ഈ വിഷ്വലുകളിൽ നിന്ന്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ബില്ലിങ്ങിലൊക്കെ തന്നെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ തങ്ങൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആളുകൾ പറയുന്നത്. ചേച്ചി, എല്ലാ സാധനങ്ങളും കിട്ടിയോ? നമ്മൾ പൈസ എങ്ങനെയുണ്ട് സപ്ലൈകോന്റെ? തുടങ്ങിയതേ ഉള്ളൂ, ബില്ലിടാൻ തുടങ്ങിയതേ ഉള്ളൂ. ആണോ? നമ്മളെ പൊതുവിപണിയിലൊക്കെ പഞ്ചസാരക്കൊക്കെ നല്ല പൈസയല്ലേ? അപ്പൊ അതിൽ നിന്ന് ഇപ്പൊ കുറവല്ലേ? കുറവാണ്. എല്ലാ സാധനങ്ങളൊക്കെ കിട്ടിയോ? സാധനം എല്ലാം ഉണ്ട്. മുളകിനൊക്കെ എങ്ങനെയാ പൈസ? അറിയത്തില്ല, ബില്ലിടാൻ തുടങ്ങിയതേ ഉള്ളൂ. തീർച്ചയായും അത്തരത്തിൽ ആളുകൾക്കൊക്കെ തന്നെയും ആവശ്യമായ എല്ലാ സാധനങ്ങളും ഈ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അമ്മ, സാധനങ്ങളൊക്കെ കിട്ടിയോ? കിട്ടി. എങ്ങനെയുണ്ട് വിലയൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. നമ്മളെ മുളകും പഞ്ചസാരയൊക്കെ നല്ല വിലയല്ലേ പുറത്ത്? ഇവിടെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.
ഒരു ഉയരാണ് പഠിച്ചേക്കുന്നത്. എങ്ങനെയുണ്ട് ചേച്ചി പൈസ? നല്ല കുറവുണ്ട് പുറത്തുള്ള. പുറത്ത് നല്ല പൊതുവിപണി നല്ല പൈസയല്ലേ സാധനങ്ങൾക്കൊക്കെ? സവാളയൊക്കെ വാങ്ങിയോ? സവാള കണ്ടില്ല. നോക്കാം. തീർച്ചയായും ഇത് തന്നെയാണ് അജിംഷാദ്. ഇത്തരത്തിൽ ജനങ്ങളാകെ തന്നെയും ഈ സപ്ലൈകോയുടെ വിലക്കുറവിനെയാണ് പറയുന്നത്. ഈ വിലക്കുറവിനൊപ്പം തന്നെ ഗുണമേന്മയുള്ള സാധനങ്ങളാണ് സപ്ലൈകോ ചന്തകളിലേക്ക് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഗുണമേന്മയുള്ള സാധനങ്ങളാണ് ഈ ചന്തകളിലേക്ക് എത്തുന്നത് എന്ന് ഉറപ്പിക്കാനുള്ള നടപടികൾ പൂർത്തിയാക്കിയതായിട്ട് തന്നെയാണ് മന്ത്രി GR അനിലും വ്യക്തമാക്കുന്നൊരു കാര്യം. ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കുള്ള ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്കുള്ള ഇത്തരത്തിലുള്ള വിലക്കുറവ്, അതിനൊപ്പം തന്നെ സബ്സിഡി സാധനങ്ങളുടെ കാര്യങ്ങൾ, അതിനൊപ്പം തന്നെ മറ്റ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെയും വലിയ ഓഫറുകൾ നൽകിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ സപ്ലൈകോ ഇത്തരത്തിലുള്ള ക്രിസ്മസ് ഫെയറുകൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ മാസം 30 വരെയാണ് ഇത്തരത്തിലുള്ള ഫെയറുകൾ നടക്കുന്നത്. എല്ലാ ജില്ലകളിലും ജില്ലാ അടിസ്ഥാനത്തിലുള്ള മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമായിട്ടുള്ള മാർക്കറ്റുകൾ, സപ്ലൈകോ മാർക്കറ്റിലായിരിക്കും ഇത്തരത്തിലുള്ള ഫെയറുകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ ഈ മാസം 30 വരെയാണ് ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ സപ്ലൈകോയുടെ നടക്കുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തുന്നു. ജനങ്ങൾക്കിത് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ജനങ്ങൾക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ രീതിയിൽ തന്നെ ആശ്വാസമേകുന്ന ഒരു കാര്യമായി തന്നെയാണ് ഇത് മുന്നോട്ട് വരുന്നത്. അജിംഷാദ്. സുലേഖ, എന്തായിരുന്നാലും ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ അതിനേക്കാളൊക്കെ ഉപരി വിപണിയിൽ വില വർദ്ധിക്കുമ്പോഴുള്ള ജനകീയ സർക്കാരിൻ്റെ ഇടപെടൽ, ഉത്തരേന്ത്യയിലൊക്കെ കർഷകരും സാധാരണക്കാരും ഒക്കെ വലയുന്ന തരത്തിലേക്ക് വിലക്കയറ്റം വല്ലാതെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, വിലക്കയറ്റം വല്ലാതെ ഉയരുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ അവിടുത്തെ ഒക്കെ ഭരണകൂടം നോക്കി നിൽക്കുമ്പോഴാണ് സർക്കാർ, സംസ്ഥാന സർക്കാർ, കേരളത്തിലെ സർക്കാർ ഇത്തരത്തിൽ ജനങ്ങളെ സഹായിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഇടപെടലിൻ്റെ ഒരു പ്രധാന നാന്ദിയാകുന്നത് സപ്ലൈകോയിലുള്ള ഇത്തരത്തിൽ വിലക്കുറച്ചുള്ള ഫെയറുകളാണ്. അത് 14 ജില്ലകളിലും വ്യാപിക്കുന്നു. അതുമാത്രമല്ല, ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളെ കൂടി പ്രതിഫലിപ്പിക്കുന്ന തരത്തിലേക്ക് ആ വിപണി കൂടുതൽ സജീവമാവുകയാണ്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ആ ചന്തയിൽ നിന്നുള്ള നേരിട്ട് ഉള്ള വിവരങ്ങൾ കൂടിയാണ് ഞങ്ങളുടെ പ്രതിനിധി സുലേഖ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് കൂടി പോകാം. ശബരിമലയെ സംബന്ധിച്ച് ഉള്ള നിർണായകമായ ചില കാര്യങ്ങൾ, ശബരിമലയിലെ ക്രമീകരണങ്ങളെ ശ്ലാഘിക്കുന്ന, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ശ്ലാഘിക്കുന്ന ഒരു നടപടിയിലേക്ക് ആണ് പോകുന്നത്. അതിലേക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കൈകളിനി ശുദ്ധം, മൃദുലം, അണുവിമുക്തം. V2 ഹാൻഡ് വാഷ് ഫ്രം ജോനാരൻ. അതുകൊണ്ട് സിഗരറ്റ് വലിക്കുവാൻ അതിയായ ആഗ്രഹം തോന്നുമ്പോൾ നിയന്ത്രിക്കൂ നിക്കോടെക്സിനൊപ്പം. ഒരു ദിവസം കൊണ്ട് ഇത് സാധ്യമാകില്ല, പക്ഷെ ഒരു ദിവസം തീർച്ചയായും സാധ്യമാകും. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങളിൽ. നിക്കോടെക്സ്. ഗൈസ്, രാഹുൽ വരുന്നുണ്ട്. കൂടെ ഏതോ പെൺകുട്ടിയുമുണ്ട്. അവളെന്ന് കരുതും കാറിൽ ചീത്ത സ്മെല്ലുണ്ടല്ലോ. റിലാക്സ് ഗൈസ്, അവതരിപ്പിക്കുന്നു പുതിയ ഗോദ്രേജ് എയറോ. ന്യൂ കാർ. ഗോദ്രേജ് എയറോ 30 ദിവസം നീണ്ടു നിൽക്കുന്ന പുതിയ കാർ പോലെയുള്ള സുഗന്ധം. 99 രൂപ മാത്രം. ടുഡേയ്സ് സ്പെഷ്യൽ പ്രോഗ്രാംസ് പവർഡ് ബൈ ഭീമയിൽ ഇപ്പോൾ 2.5% മുതൽ പണിക്കൂലിയിൽ തുടങ്ങുന്ന ആഭരണ കളക്ഷനുകൾ. വിശ്വാസമാണ് പങ്കജ കസ്തൂരി, ആശ്വാസമാണ് ബ്രീത്തിസി. രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി ട്രസ്റ്റ് ഓഫ് ട്രാവൻകൂർ. ഇൻ അസോസിയേഷൻ വിത്ത് നല്ല ഭക്ഷണം നാടിന്റെ അവകാശം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSDയിൽ പഠിക്കൂ. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത്, കരുതലും കൈത്താങ്ങും, കേരള സർക്കാർ. തീർച്ചയായും ശബരിമല കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലും ഇന്ത്യയിലുമൊക്കെ വളരെ പ്രസിദ്ധമായ ആരാധനാലയം. അവിടെ വലിയ ജനത്തിരക്കാണ്. മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള തീർത്ഥാടകരുടെ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. പക്ഷേ അങ്ങനെ തീർത്ഥാടകരുടെ തിരക്കുള്ളപ്പോഴും വളരെ ശാസ്ത്രീയവും ഗംഭീരവുമായ ക്രമീകരണങ്ങളിലൂടെ ആർക്കും ഒരു തിരക്കും അനുഭവപ്പെടാത്ത രീതിയിൽ, പലപ്പോഴും പലരും പറയാറുണ്ട് തിരുപ്പതി മോഡൽ എന്നൊക്കെ. പക്ഷേ അത്തരം മോഡലൊന്നും അല്ലെങ്കിൽ പോലും ഈ കേരള മോഡൽ അല്ലെങ്കിൽ ശബരിമലയിൽ വളരെ ഗംഭീരമായ ക്രമീകരണമാണ് എന്ന് വിവിധ ജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല, ഈ എതിർ കക്ഷികൾ പോലും അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പോലും
ശബരിമലയിൽ ഈ ഇത്രയധികം തിരക്കിലും ഒരു ബുദ്ധിമുട്ടും തീർത്ഥാടനത്തിനുണ്ടാകാതെ കൊണ്ടുപോകുന്ന സർക്കാർ ദേവസ്വം ക്രമീകരണങ്ങളെ ശ്ലാഘിക്കുകയാണ്, പിന്തുണയ്ക്കുകയാണ്. നമുക്ക് അത്തരത്തിലുള്ള രണ്ട് വാക്കുകൾ കേൾക്കാം. ആദ്യം BJP നേതാവ് മുൻ കേന്ദ്ര സഹമന്ത്രി ശ്രീ V. മുരളീധരൻ പറഞ്ഞ വാക്കുകൾ. ശബരിമലയിൽ തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ലഭിക്കുന്നുണ്ടെന്ന് V. മുരളീധരൻ പറഞ്ഞു. പോലീസിൻ്റെ പ്രവർത്തനം പ്രശംസനീയമാണ്. ദേവസ്വം ബോർഡും പോലീസും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും V. മുരളീധരൻ പറഞ്ഞു. ആ വാക്കുകൾ രീതിയിൽ തീർത്ഥാടനം നടന്നു പോകുന്നു. ഇതുവരെ ഒരു തരത്തിലുള്ള കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുമില്ലാതെ പോകുന്നു എന്നുള്ളത് ഭക്തർക്കെല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ദേവസ്വം ജീവനക്കാരെയും അതോടൊപ്പം പോലീസ് അയ്യപ്പന്മാരെയും അവർ നടത്തുന്ന സേവനത്തിന് എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. തീർച്ചയായും ആ സ്വാമി വേഷത്തിൽ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ സത്യസന്ധമായി അത് തുറന്നു പറയുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരു കക്ഷി രാഷ്ട്രീയ സ്വാധീനവുമില്ലാതെ അദ്ദേഹം അവിടെ കണ്ടത്, അദ്ദേഹം അനുഭവിച്ചത് കൃത്യമായി പറയുന്നു എന്നുള്ളതാണ്. ഇത് V. മുരളീധരൻ മാത്രമല്ല, കോൺഗ്രസ് നേതാവ് K. മുരളീധരനും ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. നോക്കൂ, ശബരിമലയിൽ ഇത്തവണ മികച്ച ഏകോപനമാണ് ഉണ്ടായതെന്ന് K. മുരളീധരൻ പറഞ്ഞു. തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ലഭിക്കുന്നുണ്ട്. ദർശനത്തിനായി അധികം സമയം കാത്തു നിൽക്കേണ്ടി വരുന്നില്ലെന്നും K. മുരളീധരൻ സാക്ഷ്യപ്പെടുത്തുന്നു. കോർഡിനേഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് ഇത്തവണ കൂടുതൽ പേർക്ക് ദർശനം നടത്താൻ കഴിഞ്ഞു. മാത്രമല്ല, ആർക്കും അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ കാത്തു നിന്ന് അവസാനം തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. ഇത്തവണ അതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ നടന്നത് വളരെ തൃപ്തികരമാണ്. തീർച്ചയായും ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് കൂടി അവിടെ നിന്ന് ചേരുകയാണ്. സന്തോഷ്, ഈ ശബരിമലയിൽ നല്ല ക്രമീകരണമാണെന്ന് അവിടെ എത്തുന്ന സെലിബ്രിറ്റികൾ, സാധാരണക്കാർ, മാത്രമല്ല കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള പ്രതികരണങ്ങൾ കൂടിയാണ് പറയുന്നത്. V. മുരളീധരൻ എന്ന BJP നേതാവ്, K. മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് അടക്കം പറയുന്നു. നമ്മളും കാണുന്നത് എന്താണ് അവിടെ? അജിംഷാദ്, ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു ഏകോപനമാണ് ഇത്തവണ ശബരിമലയിൽ കാണുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും 96,000-ലധികം ആളുകളാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തിയത്. ഇത്രയും അധികം ലക്ഷത്തോളം ആളുകൾ പ്രതിദിനം ഈ ദർശനം നടത്താനെത്തിയിട്ടും ഈ തീർത്ഥാടകർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടില്ല. ഏറെ നേരം ക്യൂവിൽ കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള ഒരു മാനേജ്മെന്റാണ് ഇത്തവണ ഈ ശബരിമലയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. വലിയ തീർത്ഥാടന പ്രവാഹം കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന തീർത്ഥാടക പ്രവാഹം ശബരിമലയിലേക്ക് ഉണ്ടായത്. ഇപ്പോൾ ക്രിസ്മസ് അവധി കൂടി ആരംഭിച്ചതോടുകൂടി കുട്ടികൾ ഉൾപ്പെടെയുള്ള ഈ തീർത്ഥാടകർ നിരവധിയായി ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ കൃത്യമായി തന്നെ അവർക്ക് സുഗമമായി സന്തോഷകരമായി ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള സൗകര്യങ്ങളാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പരാതികളും തീർത്ഥാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ 6 ദിവസം മാത്രമാണ് ഈ മണ്ഡലം സീസൺ അവസാനിക്കാൻ ഉള്ളത്. മണ്ഡല പൂജയ്ക്കായി ശബരിമല സന്നിധാനം ഒരുങ്ങുകയാണ്. അതിനായിട്ടുള്ള മുന്നൊരുക്കങ്ങളും ഇപ്പോൾ ഇതിനോടകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞു. ചില പ്രത്യേക ക്രമീകരണങ്ങൾ ഉൾപ്പെടെ നടത്താനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. 26-ാം തീയതിയുള്ള മണ്ഡല പൂജയുടെ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ തങ്കയങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തുന്ന ഡിസംബർ 25-ന് 50,000 തീർത്ഥാടകരെയും മണ്ഡല പൂജാ ദിനമായ 26-ന് 60,000 തീർത്ഥാടകരെയും വെർച്വൽ ക്യൂ വഴി അനുവദിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2 ദിവസങ്ങളിലും 5,000 വീതം സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഈ പൂജാ ദിവസത്തിൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനകൾ നടന്നിരുന്നു. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ള കൂടിയാലോചനകളുടെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗും അനുവദിക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചുകൊണ്ട് എല്ലാവർക്കും സുഗമമായി ദർശനം നടത്തി മടങ്ങുന്നതിനുള്ള സൗകര്യം ഇത്തവണ ശബരിമലയിലുണ്ട്. മാത്രമല്ല പ്രധാന പ്രസാദം ഇവിടുന്ന് ലഭിക്കുന്ന ഇവിടെ എത്തുന്ന ഭക്തർക്ക് ലഭിക്കുന്ന അപ്പത്തിനും അരവണക്കും എല്ലാം തന്നെ യാതൊരു തരത്തിലുള്ള ക്ഷാമവും അനുഭവപ്പെടുന്നില്ല. അവിടെയും വലിയ ക്യൂവില്ലാതെ ഇത് വാങ്ങി മടങ്ങാൻ തീർത്ഥാടകർക്ക് കഴിയുന്നു. അത്തരത്തിൽ ഒരു പരാതികളുമില്ലാതെയാണ് ഈ വർഷത്തെ മണ്ഡല മഹോത്സവം അവസാന ദിവസങ്ങളിലേക്ക് എത്തുന്നത്. M. സന്തോഷ്, ഇപ്പോൾ നമ്മോടൊപ്പം ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ ചേരുകയാണ്.
ശ്രീ വി എൻ വാസവൻ, അതായത് ശബരിമലയിലെ ക്രമീകരണം വളരെ മികച്ചതാണ്. കാരണം തുടക്കത്തിൽ സ്പോട്ട് ബുക്കിംഗ്, വിർച്വൽ ക്യൂ, ഡിജിറ്റൽ ക്യൂ എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഞങ്ങൾ മാധ്യമങ്ങളും ഒക്കെ വിചാരിച്ചു ഇത് വലിയ പ്രശ്നമാകുമെന്ന്. പക്ഷേ ഇത്രയധികം തിരക്കുണ്ടായിട്ടും വളരെ സുഗമമായി കാര്യങ്ങൾ പോകുന്നു. വി മുരളീധരനും കെ മുരളീധരനും വരെ ശ്ലാഘിക്കുകയാണ്, പ്രശംസിക്കുകയാണ് കേരള പോലീസിനെയും ദേവസ്വത്തെയും. ഇപ്രാവശ്യം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ 4 മാസങ്ങൾക്ക് മുമ്പ് കാലകൂട്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി. ജൂലൈ മാസത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. ഏതാണ്ട് 6ഓളം കേന്ദ്രീകരിച്ച മീറ്റിംഗുകൾ സംസ്ഥാന നിലവാരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ പ്രമുഖരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെയും കൂട്ടി ദേവസ്വം ബോർഡ് പോലീസുകാർക്കുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ 2 യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്തിരുന്നു. ഇതുകൂടാതെ എല്ലാ ഇടത്താവളങ്ങളിലും ഞങ്ങൾ നേരിട്ട് പോയി കൃത്യമായി അവലോകനം നടത്തി മുന്നൊരുക്കങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുകയും കുറവുകൾ പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നിലയ്ക്കലും എരുമേലിയിലും കൂടുതലായി പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കി. 2000ഓളം വാഹനങ്ങളുടെ കൂടുതൽ പാർക്കിംഗ് നിലയ്ക്കലും എരുമേലിയിൽ 6 ഏക്കർ സ്ഥലം ഭവനനിർമ്മാണ ബോർഡിന്റെയും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി. പമ്പയിൽ ഏതാണ്ട് 20,000 സ്ക്വയർ ഫീറ്റോളം വരുന്ന ജർമ്മൻ പന്തൽ 3000 പേർക്ക് വിരിവയ്ക്കാമെന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ നിലയ്ക്കലിൽ ഏതാണ്ട് 17,000 സ്ക്വയർ ഫീറ്റ് ജർമ്മൻ പന്തൽ നിർമ്മിച്ച് 2,500 പേർക്ക് വിരിവയ്ക്കാൻ കഴിയും. 7,000ഓളം പേർക്ക് പമ്പയിൽ നനയാതെ നിൽക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി വിരിബന്ധം ഉണ്ടാക്കിയിരുന്നു. സന്നിധാനത്തിൽ മുമ്പ് ഉപയോഗിക്കാതെ കിടന്നിരുന്ന ഒട്ടനവധി സ്ഥലങ്ങൾ ഞങ്ങൾ കണ്ടെത്തി അതെല്ലാം കൃത്യമായി നന്നാക്കിയെടുത്ത് നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പമ്പയിലെ ഗസ്റ്റ് ഹൗസും സന്നിധാനത്തിലെ ഗസ്റ്റ് ഹൗസും ഗവൺമെന്റ് പണം തന്നെ മുടക്കി അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്തെടുക്കുകയുണ്ടായി. ഇതുകൂടാതെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി 13,600ഓളം പോലീസുകാരെ വിന്യസിക്കാൻ തീരുമാനിച്ചു. മുമ്പ് ശബരിമലയിൽ 1 മിനിറ്റിൽ 18ാം പടിയിൽ 65 പേരാണ് കയറിയിരുന്നെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റിൽ 85 പേരും 90 പേരും വരെ കയറുന്ന സാഹചര്യം ഒരുക്കി. പോലീസുകാർക്ക് 20 മിനിറ്റ് ആയിരുന്നു ഒരു സമയം ഡ്യൂട്ടിയെങ്കിൽ അത് 15 മിനിറ്റ് ആക്കി. പോലീസുകാർ മുമ്പ് വടത്തിൽ ഞാൻ നിന്നായിരുന്നു അയ്യപ്പന്മാരെ കയറ്റിവിട്ടിരുന്നെങ്കിൽ അത് മാറ്റി അവർക്ക് ഇരുന്ന് കയറ്റിവിടാനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ഇങ്ങനെ അതാണ് മിനിസ്റ്റർ അതായത് പലരും കാത്തുവച്ചിരുന്ന പ്രതീക്ഷകളൊക്കെ അവരുടേതായ നെഗറ്റീവ് പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിയാണ് വലിയ പ്രവർത്തനം. ഇത് യാദർച്ഛികമല്ല, അത് വളരെ ചിട്ടയോടും ശാസ്ത്രീയവുമായി നിങ്ങൾ ക്രമീകരിച്ചതാണ് എന്നാണ് ഈ മിനിസ്ട്രി പറയുന്ന കാര്യങ്ങളിലൂടെ മനസ്സിലാകുന്നത്. കാരണം പ്രകൃതി പലപ്പോഴും എതിരായിരുന്നു, മഴയുണ്ടായിരുന്നു, തിരക്ക് മുമ്പെങ്ങും ഇല്ലാത്ത വിധം വലിയ തിരക്കാണ്. പക്ഷേ അപ്പോഴും ഇത്ര തിരക്ക് വർദ്ധിക്കുമ്പോൾ ഇത്രയും സുഗമമായി, മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ സുഗമമായി കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അത് തീർച്ചയായും പ്രശംസനീയമാണ്. 93,000 പേര് വരെ വന്ന ദിവസമുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച. അതെ. അപ്പോ ഓരോ ദിവസവും ഞങ്ങളിത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൂടാതെ എല്ലാ പശ്ചാത്തല സൗകര്യം ഒരുക്കി വരുന്ന കൊടുക്കാനുള്ള സൗകര്യങ്ങൾ നടത്തി. പിന്നെ മുത്തിരി റൂട്ടിന് വൈദ്യസഹായത്തിനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കി. എല്ലാ നിലയിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കി. യാത്രാ സൗകര്യങ്ങൾ പമ്പ വരെ ചെറുവാഹനങ്ങൾക്ക് പോകാൻ കോടതിയോട് അനുവദിക്കാൻ ഉണ്ടാക്കി. അങ്ങനെ കാലേക്കൂട്ടി ഞങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തിയത് മുഴുവൻ ഫലം കണ്ടു എന്നതാണ്. മാത്രമല്ല ഈ കെ മുരളീധരനും വി മുരളീധരനും ഒക്കെ അവിടെ എത്തി സ്വാമി വേഷത്തിൽ അവർ തീർത്ഥാടകരായി എത്തുകയാണ്. അവരുടെ കണ്ട അനുഭവമാണ് അവർ പങ്കുവെക്കുന്നത്. ഇത്രയേറെ സമഗ്രമായി അവർക്ക് അനുഭവപ്പെടാതെ അവർ പറയില്ലല്ലോ, അല്ലേ? അല്ല, ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഭംഗിയായി ചെയ്തിരുന്നു. അത് അവരത്തരത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തിയതിൽ ഞങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. കാരണം ചെയ്ത പ്രവർത്തനം ഫലം കണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. കുറ്റമറ്റ രൂപത്തിൽ ശബരിമല തീർത്ഥാടനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും തീർച്ചയായും 2 ദിവസം ശബരിമലയിൽ ധ്യാനം കേന്ദ്രീകരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം ദേവസ്വം ബോർഡും ഗവൺമെന്റും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തിയ ഒരു ടീം വർക്കിന്റെ നെറ്റ് റിസൾട്ടാണ് ഈ തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാൻ. തീർച്ചയായും മിനിസ്റ്റർ, ഇപ്പോൾ നമ്മോടൊപ്പം ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൂടിയുണ്ട്. പി എസ് പ്രശാന്ത്, വളരെ ഗംഭീരമാണ് നിങ്ങളുടെ ക്രമീകരണങ്ങൾ. സർക്കാരും ദേവസ്വവും കൈകോർത്ത് അത് പോലീസിനെ അടക്കം വി മുരളീധരൻ അടക്കമുള്ളവർ, കെ മുരളീധരൻ അടക്കമുള്ളവർ പ്രശംസിക്കുകയാണ്. പി എസ് പ്രശാന്ത്, ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇതില്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനായ ശ്രീ പിണറായി വിജയൻ മുതൽ നമ്മുടെ ശബരിമലയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വിശുദ്ധി സേന അംഗങ്ങൾ
അവർ വരെയുള്ളവരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള അർപ്പിത മനോഭാവത്തോടെയുള്ള വർക്കിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ വിജയം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ എത്തുന്ന ഭക്തർക്ക് അടിസ്ഥാനപരമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നുള്ള ഗവൺമെന്റിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഒരു പ്രതിജ്ഞാബദ്ധതയാണ് നമുക്ക് ഈ ഒരു കൂട്ടായ്മയിലൂടെ വെളിവാക്കി. തീർച്ചയായും ഈ മുമ്പുള്ള ക്രമീകരണം, ഈ സ്പോട്ട് ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ അത്തരം വിവാദങ്ങളും ഈ തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പേ പല രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള വിവാദങ്ങൾ, എനിക്ക് തോന്നുന്നു കൂടുതൽ നിങ്ങൾ അഗ്രസീവായ അത്തരം വിമർശനങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ, കൂടുതൽ സമഗ്രമായി. ഞങ്ങള് ഇതില് 2011 പുൽമേട് ദുരന്തം നടക്കുന്നത്. ആ സമയത്താണ് യഥാർത്ഥത്തിൽ അന്നാണ് ഈ വിശ്വാസികളുടെ അല്ലെങ്കിൽ അവിടേക്ക് എത്തുന്ന ഭക്തരുടെ ആധികാരികമായ വിവരം വേണം എന്നുള്ള ചിന്ത വരുന്നത്. അങ്ങനെ അന്ന് കോടതിയുടെ ഉത്തരവ് അനുസരിച്ചാണ് അന്ന് പോലീസ് ഇത് ഏറ്റെടുക്കുന്നത്. പിന്നീട് 2021-22 ദേവസ്വം ബോർഡ് ഈ വെർച്വൽ ക്യൂ ഏറ്റെടുക്കുന്നത്. പക്ഷെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇത് ക്രമേണ ഈ വെർച്വൽ ക്യൂ മാത്രമേ ഉള്ളൂ, സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കണമെന്ന്. അങ്ങനെ തുടക്കത്തിൽ 10-12 സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 6 ഇപ്രാവശ്യം അത് 3 ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ ഞങ്ങൾ ദേവസ്വം ബോർഡ് തന്നെ പറഞ്ഞിരുന്നു ഈ ക്രമീകരണം 80,000 ഇനി മുതൽ വെർച്വൽ ക്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയ ഒരു യോഗത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യം, എത്രയോ കാര്യങ്ങൾ ആലോചിക്കുന്നതിന്റെ കൂട്ടത്തിൽ നല്ല സൗകര്യങ്ങൾ കൊടുക്കണം, നല്ല ഭക്ഷണം കൊടുക്കണം, അരവണ കൃത്യമായി കൊടുക്കണം, ക്രൗഡ് മാനേജ്മെന്റ് നന്നാക്കണം, ആ കൂട്ടത്തിൽ വെർച്വൽ ക്യൂവും കൂടി നിർബന്ധമാക്കണം എന്ന് പറഞ്ഞതിനെയാണ് രാഷ്ട്രീയപരമായി ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് ചില ആളുകൾ പ്രതിഷേധത്തിലോട്ട് വന്നത്. അന്ന് ദേവസ്വം ബോർഡും പറഞ്ഞിരുന്നു, ബഹുമാനായ ദേവസ്വം വകുപ്പ് മന്ത്രിയും പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു, ശബരിമലയിലേക്ക് എത്തുന്ന ഒരു ഭക്തൻ പോലും തിരിച്ചു പോകേണ്ടി വരില്ല, ആ ഒരവസ്ഥ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. അത് കൃത്യമായി നിങ്ങൾ നോക്കൂ, എല്ലാവരും നോക്കൂ, ആരെങ്കിലും ഒരാൾ ശബരിമലയിൽ വന്നിട്ട് ദർശനം കിട്ടാതെ തിരിച്ചു പോകുന്നുണ്ടോ? ഇല്ല. അതാണ് എല്ലാവർക്കും ദർശനം കിട്ടുന്നുണ്ട്, ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അത് BJP നേതാവായ വി മുരളീധരൻ പരസ്യമായി പറയുകയാണ് ക്യാമറയ്ക്ക് മുന്നിൽ. മാത്രമല്ല താങ്കളുടെ തന്നെ മുൻകാലത്ത് താങ്കളുടെ നേതാവ് K മുരളീധരനും പറയുന്നു വളരെ നല്ല ഗംഭീരമായ പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഈ ക്രമീകരണത്തിൻ്റെ കാര്യത്തിൽ ദേവസ്വം ബോർഡ് കാഴ്ചവെച്ചതെന്ന്, പ്രത്യേകിച്ച് സർക്കാരും പോലീസും ഒക്കെ. ഞങ്ങളതിന് പ്രതിജ്ഞാബദ്ധമാണല്ലോ. സ്വാഭാവികമായും ഒരു ആരാധനാലയം, ആ ആരാധനാലയത്തിൽ വരുന്ന ഭക്തർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ സർക്കാരും ബാധ്യസ്ഥമാണ്, ദേവസ്വം ബോർഡും ബാധ്യസ്ഥമാണ്. അത് ഞങ്ങൾ ചെയ്യുകയാണ്, ഞങ്ങൾ കൃത്യമായി ചെയ്യുകയാണ്. അവർക്ക് നല്ല അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കുക, അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുക, അവർക്ക് ചെറിയ ലഘുഭക്ഷണമാണെങ്കിലും കൊടുക്കുക. അന്നദാനം വലിയ പ്രധാനമാണ്. കാരണം ഇതുവരെ ഞങ്ങള് ഏതാണ്ട് 10-12 ലക്ഷം പേർക്ക് അന്നദാനം നൽകി കഴിഞ്ഞു. അപ്പൊ അന്നദാനം നൽകുന്നു, പിന്നെ ബിസ്ക്കറ്റ് നൽകുന്നു, അരവണ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമുക്ക് കുറച്ച് ചെറിയ ദിവസങ്ങളിൽ നമുക്ക് ആള് കൂടിയ ദിവസങ്ങളിൽ നിയന്ത്രിച്ച് കൊടുക്കേണ്ടി വന്നു. യഥേഷ്ടം കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവിധമായ കാര്യങ്ങളിലും സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും പ്രത്യേകിച്ച് ക്രൗഡ് മാനേജ്മെന്റ് പോലീസ് സയന്റിഫിക്കായി ഹോംവർക്ക് ചെയ്താണ് നടപ്പിലാക്കുന്നത്. അവിടെ പിന്നെ 18-ാം പടിയിലെ പോലീസുകാരുടെ ക്രമീകരണം, ഡ്യൂട്ടി സമയം 20 മിനിറ്റിൽ നിന്നും 15 മിനിറ്റായി ക്രമീകരിച്ചിരിക്കുകയാണ്. ആവശ്യമുള്ള പോലീസുകാരെ അവിടെ നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ അതിലൊക്കെ സർക്കാർ കാട്ടുന്ന ഒരു ജാഗ്രത അതൊക്കെ വളരെ വലുതാണ്. അത് ഞങ്ങൾക്ക് സർക്കാരിനാണ് ഞങ്ങൾക്ക് നന്ദി പറയുവാനുള്ളത്. ഈ ശബരിമലയിലെ എല്ലാ വരുന്ന ഭക്തർക്കും എല്ലാവിധമായ സൗകര്യങ്ങളും ആലോചിക്കേണ്ടത് 20-22 അധികം ഡിപ്പാർട്ട്മെന്റുകളുടെ ചെറുതും വലുതുമായ ഡിപ്പാർട്ട്മെന്റുകളുടെ ശ്രമമാണത്. ആലോചിച്ച് നോക്കുക, 70 ദിവസം പോലീസായാലും ആരോഗ്യ രംഗത്തായാലും മറ്റേത് ഡിപ്പാർട്ട്മെന്റും ഏതാണ്ട് 16,000-ഓളം ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അവരുടെ 70 ദിവസത്തെ സേവനം, അതിന്റെ ശമ്പളം, അതിന്റെ അലവൻസ് മുഴുവൻ സർക്കാരാണ് വഹിക്കുന്നത്. സർക്കാർ കോടാനുകോടി രൂപ ചെലവാക്കിയാണ് ഈ ശബരിമല മഹോത്സവത്തിന് വേണ്ടി ജാഗ്രതയോടുകൂടി തീർച്ചയായും അത് കേരളത്തിന് അഭിമാനമാവുകയാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ദേവസ്വത്തിനും സർക്കാരിനുമായ ഇടപെടലിൽ ആ ശബരിമല ക്രമീകരണത്തിൽ പ്രശംസ എത്തുകയാണ്. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമ്മുടെ ശാസ്ത്രീയമായ രീതി കണ്ടുപോവുകയുമാണ്. യഥാർത്ഥത്തിൽ മറ്റുള്ളവരൊക്കെ തിരുപ്പതി മോഡൽ എന്ന് പറയുമ്പോൾ ഇത്തവണ ഇനി മുതൽ ശബരിമല മോഡൽ എന്ന് തന്നെ പറയാനാകും. തീർച്ചയായും വളരെ നന്ദി മിനിസ്റ്റർ VN വാസവൻ, ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഞങ്ങളോട് സഹകരിച്ചത്. എന്തായാലും ഈവനിംഗ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകും.